ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ഇന്ന് നടന്ന ഇംഗ്ലീഷ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2024-25 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലിസൺ ആൻഡ് ആൻസർ. യെസ്, നിങ്ങൾക്ക് ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാകുമല്ലേ, ആ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഡിഡ് ലൈല സീ ഓൺ ദ റോഡ് സൈഡ് വൈൽ വാക്കിംഗ് ടു സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ലൈല റോഡ് സൈഡിൽ എന്താണ് കണ്ടത്? എന്തിനെയാണ് കണ്ടത് കൂട്ടുകാരെ? യെസ്, എ സാഡ് പ്ലാന്റ് ആണല്ലേ. ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു പ്ലാന്റിനെയാണല്ലേ കണ്ടത്. എ സാഡ് പ്ലാന്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ലൈല ഗിവ് വാട്ടർ ടു ദ പ്ലാന്റ്? എന്തുകൊണ്ടാണ് ലൈല പ്ലാന്റിന് വെള്ളം നൽകിയത്? എന്തുകൊണ്ടായിരുന്നു? യെസ്, ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി. അതിന് എന്തായിരുന്നു? വളരെയധികം ദാഹമുണ്ടായിരുന്നില്ലേ. ആൻസർ എന്താണ്? ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലൈല ഗേവ് വാട്ടർ ടു ദ പ്ലാന്റ്. വാട്ട് ഹാപ്പൻ ദെൻ? ലൈല എന്താണ്? പ്ലാന്റിന് വെള്ളം കൊടുത്തു. ദെൻ വാട്ട് ഹാപ്പൻ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പിന്നീട് എന്താണ് ഉണ്ടായത്? എന്താ ഉണ്ടായത്? യെസ്, ഇറ്റ്സ് ലീവ്സ് ബിക്കെയിം ഫ്രഷ് ആൻഡ് ഗ്രീൻ. എന്താണ്? അതിൻ്റെ ഇലകളൊക്കെ എന്തായി? ഫ്രഷും അതുപോലെ തന്നെ ഗ്രീൻ ആയല്ലേ, പച്ച നിറഞ്ഞ, അതായത് പുതിയ ഇലകൾ അതിന് വന്നു. ദെൻ വേർ ഡിഡ് ദ പ്ലാന്റ് ടേക്ക് ലൈല? ലൈല ആ പ്ലാന്റ് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? യെസ്, ടു എ മാജിക്കൽ ഫോറസ്റ്റ്. ആൻസർ എന്താണ്? ടു എ മാജിക്കൽ ഫോറസ്റ്റ്. ദെൻ ദ ഫ്ലവേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് വേർ ഡാഷ് ഇൻ കളർ. ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഒക്കെ ഏത് കളറായിരുന്നു? അത് ഗോൾഡൻ അല്ലേ. ആൻസർ എന്താണ്? ഗോൾഡൻ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി നോക്കാം. 2 നോക്കിയാലോ. റീഡ് ആൻഡ് റൈറ്റ്. വായിക്കാം, എഴുതാം. ദൊറോത്തി ആൻഡ് ടോട്ടോ വെർ ബാക്ക് ഹോം. എന്താണ്? ദൊറോത്തിയും ടോട്ടോയും വീട്ടിലേക്ക് തിരിച്ചെത്തിയല്ലേ. ദേ വർ ഹാപ്പി. അവരെന്താണ്? വളരെയധികം സന്തോഷത്തിലായിരുന്നു. വി ആർ സോ ഗ്ലാഡ് യു ആർ ബാക്ക്. ഹർ അങ്കിൾ ആൻഡ് ഓൺ സാഡ്. അപ്പം അങ്കിളും ആൻറ്റിയും എന്താ പറഞ്ഞത്? ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ഗ്ലാഡ് മീൻസ് യെസ്, ഹാപ്പി അല്ലേ. നിങ്ങൾ തിരിച്ചു വന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ദേ ഹഗ്ഡ് ഹെർ. അവരെന്ത് ചെയ്തു? അവളെ ഹഗ് ചെയ്തു പറഞ്ഞാൽ യെസ്, കെട്ടിപ്പിടിച്ചല്ലേ. ലെറ്റ്സ് ഹാവ് എ പാർട്ടി സെഡ് ഹെർ അങ്കിൾ. അപ്പം അങ്കിൾ എന്ത് പറയാണ്? യെസ്, നമുക്കൊരു പാർട്ടി നടത്താം എന്ന് പറയാണ്. ഓൺ പ്രിപ്പയർഡ് എ വണ്ടർഫുൾ സപ്പർ. അപ്പോൾ ഓണ്ട് എന്ത് ചെയ്തു? അമ്മായി എന്ത് ചെയ്യാണ്? വണ്ടർഫുൾ ഒരു സപ്പർ പ്രിപ്പയർ ചെയ്തു അല്ലേ. ദ ഹാഡ് കേക്ക്, ഐസ്ക്രീം ആൻഡ് ഫ്രൂട്ട്സ്. എന്തൊക്കെ ഉണ്ടായിരുന്നു? യെസ്, കേക്ക്, ഐസ്ക്രീം, ഫ്രൂട്ട്സ് ഒക്കെ അവർ കഴിച്ചു. ദൊറോത്തി ടോൾഡ് ദം അബൌട്ട് ഹെർ അഡ്വഞ്ചർ. അവരോടൊക്കെ ദൊറോത്തി എന്ത് പറഞ്ഞു? യെസ്, അവളുടെ സാഹസികത അല്ലെ. അഡ്വഞ്ചർ മീൻസ് സാഹസികതയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ബട്ട് ദെൻ ടോട്ടോ സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. അപ്പോൾ എന്താണ്? ടോട്ടോ എന്ത് ചെയ്യാൻ തുടങ്ങി? കുരയ്ക്കാൻ തുടങ്ങി. വാട്ട്സ് റോങ് ടോട്ടോ? ദൊറോത്തി ആസ്ക്ഡ്. എന്ത് പറ്റി? എന്തൊരു കാര്യമുണ്ടല്ലോ എന്ന് ദൊറോത്തി ചോദിച്ചു. ടോട്ടോ റാൻ ടു ദ ഡോർ ആൻഡ് ബാർക്ക് അഗെയിൻ. അപ്പോൾ ടോട്ടോ എന്ത് ചെയ്യാണ്? യെസ്, റാൻ ടു ദ ഡോർ. ഡോറിനടുത്തേക്ക് ചെന്ന് കുരച്ചു. ഓടിച്ചെന്ന് കുരച്ചു അല്ലേ. ആൻഡ് ബാർക്ക്ഡ് അഗെയിൻ. വീണ്ടും കുരച്ചു. റാൻ മീൻസ് ഓടി. റണ്ണ് നമുക്കറിയാം ഓടല്ല. റണ്ണിൻ്റെ പാസ്റ്റ് ഫോം ആണ് എന്ത്? യെസ്, റാൻ. ഓക്കെ, ദെൻ ദൊറോത്തി ഓപ്പൺ ദ ഡോർ. ദൊറോത്തി എന്നിട്ട് എന്ത് ചെയ്യാണ്? ഡോർ ഓപ്പൺ ചെയ്തു. ദ വിസാർഡ് ഓഫ് ഓസ് വോക്ക്ഡ് ഇൻ. ഐ കെയിം ടു താങ്ക് യു ഫോർ സേവിങ് അവർ ലാൻഡ്. അപ്പോൾ വിസാർഡ് ഓഫ് ഓസ് ആണല്ലോ. ആരാണ് വന്നിട്ടുണ്ടായിരുന്നത്? യെസ്, വിസാർഡ് ഓഫ് ഓസ് അല്ലേ. വാക്ക്ഡ് ഇൻ, അകത്തേക്ക് വന്നു. ദെൻ പറയാണ് ഐ കെയിം ടു താങ്ക് യു ഫോർ സേവിങ് അവർ ലാൻഡ്. അവർ ഞങ്ങളുടെ ലാൻഡ് സേവ് ചെയ്തതിന് താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണെന്ന് ഹിസാഡ് അല്ലേ. ഹിസാഡ് അവൻ പറഞ്ഞു. ദൊറോത്തി വാസ് സർപ്രൈസ്. ദൊറോത്തി എന്താണ്? സർപ്രൈസ്ഡ് ആയല്ലേ. ദ വിസാർഡ് ഗിഫ്റ്റ് എ പെയർ ഓഫ് മാജിക് ഷൂസ് ടു ദൊറോത്തി. നോക്കൂ, ചിത്രത്തിൽ നമുക്ക് കാണാനുണ്ടല്ലേ. വിസാർഡ് എന്ത് ചെയ്യാണ്? അവൾക്ക് ദൊറോത്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. എന്തായിരുന്നു ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത്? യെസ്, എ പെയർ ഓഫ് മാജിക് ഷൂസ് ടു ദൊറോത്തി. ദൊറോത്തിക്ക് ഒരു പെയർ ഓഫ് മാജിക് ഷൂസ് കൊടുത്തല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ദൊറോത്തീസ് അങ്കിൾ ആൻഡ് ഓണ്ട് വെർ ഗ്ലാഡ് ബിക്കോസ്. ദൊറോത്തിയുടെ അങ്കിളും ആൻറ്റിയും സന്തോഷത്തിലായിരുന്നു. ബിക്കോസ് റീസൺ എന്താണെന്നാണല്ലേ ചോദിച്ചത്. എന്താണ്? യെസ്, ദൊറോത്തി വാസ് ബാക്ക് ഹോം. ദൊറോത്തി എന്താണ്? വീട്ടിലേക്ക് തിരിച്ചെത്തി. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ദെൻ ദൊറോത്തീസ് അങ്കിൾ സജസ്റ്റഡ്. ദൊറോത്തിയുടെ അങ്കിൾ എന്താ കൂട്ടുകാരെ സജസ്റ്റ് ചെയ്തത്? ഒരു പാർട്ടി നടത്താമെന്നാണല്ലേ. അപ്പം എന്താണ്? to have a party. Then Toto saw the Wizard of Oz. It started. Toto എന്ത് ചെയ്തു? Wizard of Ozനെ കണ്ടു നോക്കുമ്പോൾ എന്താണ്? യെസ്, it started എന്ത് ചെയ്യാൻ തുടങ്ങി? കുരയ്ക്കാൻ തുടങ്ങിയല്ലേ. അപ്പം ആൻസർ എന്താണ്? it started barking. Okay, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വേർഡ് ഓഫ് ദ സ്റ്റോറി മീൻസ് ഹാപ്പി? ഈ സ്റ്റോറിയിൽ ഹാപ്പി എന്നീ മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? അതെ, ഗ്ലാഡ് ആണല്ലേ. ഏതാണ്? ഗ്ലാഡ്.
ദെൻ ദ വിസാർഡ് ഓഫ് ഓസ് ഗിഫ്റ്റ് ഡാഷ് ടു ഡൊറോത്തി. ഡൊറോത്തിക്ക് ദ വിസാർഡ് ഓഫ് എന്ത് ഗിഫ്റ്റാണ് കൊടുത്തത് കൂട്ടുകാരെ? യെസ്, എ പെയർ ഓഫ് മാജിക് ഷൂസ് ആയിരുന്നല്ലേ. ഒരു പെയർ മാന്ത്രിക ഷൂസുകളാണ് കൊടുത്തത്. എ പെയർ ഓഫ് മാജിക് ഷൂസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദെൻ അറ്റംപ്റ്റ് എനി 3 ആക്ടിവിറ്റീസ് ഫ്രം 3 to 6. 3 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3, ആഡ് മോർ ലൈൻസ്. എന്താണ്? കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഡൊറോത്തി സേവ്ഡ് ദ മഞ്ചിക്കിൻസ് ഫ്രം ദ ക്രൂവൽ വിച്ച്. എന്താണ്? ക്രൂവൽ വിച്ചിൽ നിന്ന് മഞ്ചിക്കിൻസിനെ ആര്? ഡൊറോത്തി സേവ് ചെയ്തു. ദേ വർ റിയലി ഹാപ്പി. അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ദേ കെയിം ടു വിസിറ്റ് ഡൊറോത്തി വിത്ത് സം ഗിഫ്റ്റ്സ്. എന്താണ്? ഡൊറോത്തിയുടെ വീട്ടിലേക്ക് അവർ കുറച്ച് ഗിഫ്റ്റുമായിട്ട് വരികയാണല്ലേ. ഹിയർ ഈസ് ദെയർ സോങ്. ഒരു സോങ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. കംപ്ലീറ്റ് ദ സോങ് ബൈ ആഡിങ് മോർ ലൈൻസ്. അപ്പോൾ ഈ സോങ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ, കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഡിയർ ഡൊറോത്തി, നൈസ് ടു സീറ്റ് യു, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. അപ്പോൾ ഡിയർ ഡൊറോത്തി, നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ഹിയർ ഈസ് ആൻ ആപ്പിൾ, ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. ഇതാണ് ഒരു ആപ്പിൾ. ഇവിടെ ഒരു ആപ്പിൾ ഉണ്ട്, ഇത് വളരെയധികം സ്വീറ്റ് ആണെന്ന് പറയുകയാണല്ലേ. ടേക്ക് ദിസ് ഗിഫ്റ്റ് ഫ്രം മീ. എന്താണ്? എൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റ് സ്വീകരിക്കൂ എന്ന് പറയുകയാണല്ലേ. ദെൻ ഡിയർ ഡൊറോത്തി, നൈസ് ടു സീ യു, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആപ്പിളാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഹിയർ ഈസ് ആൻ ആപ്പിൾ എന്നുള്ളിടത്ത് യെസ് ഇതവിടെ കുറേ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. യെസ്, ടോയ് കാർ ഉണ്ട്, ദെൻ ബോൾ, ടെഡി. അപ്പോൾ അതെന്താണോ ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ ടേക്ക് ദിസ് ഗിഫ്റ്റ് ഫ്രം മീ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതുപോലെ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക. എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ. ഓക്കെ, ദെൻ റൈറ്റ് യെസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് റിഡിൽസ് ആണ് അല്ലേ. ആക്ടിവിറ്റി 4 എന്താണ്? റിഡിൽസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് നോക്കൂ. റീഡ് ദ ഫോളോയിങ് റിഡിൽസ് ആൻഡ് റൈറ്റ് ദ ആൻസർ ഇൻ ദ ഗിവൺ ബോക്സ്. ഇവിടെ നമുക്ക് റിഡിൽസ് ആണല്ലേ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഉത്തരങ്ങൾ ഈ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഐ ലിവ് ഇൻ എ വുഡൻ ഹൗസ്. ഞാൻ വുഡൻ ഹൗസിലാണ് താമസിക്കുന്നത്. മൈ ഹൗസ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് മെഡോ. എൻ്റെ വീട് മിഡിൽ ഓഫ് മെഡോ ആണല്ലേ. മെഡോയുടെ മിഡിലായിട്ടാണ്. ഐ ലിവ് വിത്ത് മൈ അങ്കിൾ ആൻഡ് ഓൺ. ഞാൻ താമസിക്കുന്നത് എൻ്റെ അങ്കിളിനോടും ആൻറ്റിയോടൊപ്പമാണ്. ഹൂ ആം ഐ. ഞാൻ ആരാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ? യെസ്, ഡൊറോത്തിയാണല്ലേ. ആൻസർ എന്താണ്? ഡൊറോത്തി. ദെൻ ഐ ആം ഡൊറോത്തീസ് പെറ്റ് വെൻ ദ സ്റ്റോം കെയിം ഐ ഹിഡ് അണ്ടർ എ കോട്ട്. ഹൂ ആം ഐ. ഞാൻ ഡൊറോത്തിയുടെ പെറ്റാണ്. വെൻ ദ സ്റ്റോം കെയിം ഐ ഹിഡ് അണ്ടർ എ കോട്ട്. ഹൂ ആം ഐ. ഡൊറോത്തിയുടെ പെറ്റായിട്ടുള്ളത് ആരാണ്? യെസ്, നമുക്കറിയാം. ആരാണ് കൂട്ടുകാരെ? ടോട്ടോയാണല്ലേ. ആൻസർ എന്താണ്? ടോട്ടോ. ദെൻ വി ആർ സ്മോൾ പീപ്പിൾ, വി വെയർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. ദെൻ വി ആർ ഡൊറോത്തീസ് ഫ്രണ്ട്സ്. ഹൂ വി ആർ? സ്മോൾ പീപ്പിൾ. യെസ്, മഞ്ചിക്കിൻസ് ആണല്ലേ. മഞ്ചിക്കിൻസ്. ഓക്കെ, ദെൻ റൈറ്റ് റിഡിൽ അബൌട്ട് ഫാമർ ഫ്രം ദ സ്റ്റോറി ഹോണസ്റ്റി പേസ്. ഹോണസ്റ്റി പേസ് എന്ന സ്റ്റോറിയിലെ ഫാർമറെ കുറിച്ച് ഇതുപോലൊരു റിഡിൽ നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. കോൺവെർസേഷൻ അല്ലേ. ദ ഫാമർ ഡിസൈഡ് ടു ഗിവ് സം ഫ്രഷ് വെജിറ്റബിൾ ടു ദ കിങ്. എന്താണ്? ഫാർമർ കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് വെജിറ്റബിൾ ഗിഫ്റ്റായി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. He collected a basket full of vegetables and got ready to go the palace. എന്താണ്? അദ്ദേഹം എന്ത് ചെയ്യാണ്? കുറേ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് വെജിറ്റബിൾ കളക്ട് ചെയ്തിട്ട് പാലസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. അറ്റ് ദ ടൈം ഹിസ് വൈഫ് കെയിം ദർ. ആ ടൈമിലാണ് ആരവിടെ എത്തുന്നത്? യെസ്, അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ എത്തുന്നത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ്. അപ്പോൾ എന്താണ്? യെസ്, ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് നോക്കൂ. ഫാർമേഴ്സ് വൈഫ്, വെർ ആർ യു ഗോയിങ്? എങ്ങോട്ടാ പോകുന്നത് ചോദിക്കുകയാണല്ലോ. ഫാർമർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഐ ആം ഗോയിങ് ടു ദ പാലസ്. ഞാൻ പാലസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വൈഫ് എന്ത് ചോദിക്കും? എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, അതുപോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6 എന്താണ്? റൈറ്റ് എ സ്റ്റോറി ആണല്ലേ. ഒരു സ്റ്റോറി എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ സ്റ്റോറി ഇൻ ദ ഗിവൺ സ്പേസ്. ഇവിടെ നമുക്ക് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളോട് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ യെസ് കുറേ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് നോക്കൂ. പിക്ചേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഒരു ഗേളും ഒരു
അതായത് ഒരു പെറ്റ് ഡോഗുമാണ് അല്ലേ, പെറ്റ് ഡോഗും കൂടി എന്താണ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്താണ്, യെസ് ഒരു സ്നേക്ക് ആ കുട്ടിയെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലേ. എന്താണ്, യെസ് ആ ഡോഗ്, ആ പെറ്റ് ഡോഗ് എന്താണ് കുരച്ച് പാമ്പ് എന്ത് ചെയ്യാണ്, പാമ്പിനെ അങ്ങനെ പോവുകയാണല്ലേ. അതായത് ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് നിങ്ങളുടേതായ ഒരു ഇമാജിനേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സ്റ്റോറി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ ഒരു ബോക്സ് താഴെ നൽകിയിട്ടുണ്ട്. ആ ബോക്സിലാണ് നിങ്ങൾ ഈ സ്റ്റോറി എഴുതേണ്ടത്. എല്ലാ കൂട്ടുകാരും എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.